ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ജൂൺ മാസം 11-ാം തീയതി അപ്പോസ്തലനായ ബിഷപ്പ് ബർണബാസിൻ്റെ തിരുനാൾ ദിവസം. നമുക്കറിയാം 12 അപ്പോസ്തലന്മാർക്ക് പുറത്ത് ഈശോ നേരിട്ടല്ലെങ്കിൽ പോലും പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ട അപ്പോസ്തലന്മാരാണ് മത്തിയാസും പൗലോസ്, ബർണബാസ് തുടങ്ങിയ ആളുകൾ. ബർണബാസ് ഈ മനുഷ്യനെ കുറിച്ച് ലൂക്ക, ഇവരുടെയൊക്കെ സുഹൃത്തായിരുന്നു ലൂക്ക, അപ്പോസ്തല പ്രവർത്തനങ്ങൾ എഴുതുമ്പോൾ അതിൽ വളരെ മനോഹരമായിട്ട് കൃത്യമായി ചില കാര്യങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. അത് അപ്പോസ്തല പ്രവർത്തനങ്ങളിലെ 4-ാം അധ്യായം 36-37 വാക്യങ്ങളിലായിട്ട്. 36-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ബർണബാസ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നവൻ, ആശ്വാസത്തിൻ്റെ പുത്രൻ എന്നർത്ഥം, ജോസഫ്, സൈപ്രസുകാരനായ ജോസഫ് അവരോടൊപ്പം ഉണ്ടായിരുന്നു. ഇത് ഒരു 4ാമത്തെ ജോസഫാണ്. നമ്മൾ ബൈബിളിൽ പ്രധാനപ്പെട്ട ചില ആളുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പഴയ നിയമത്തിലെ പൂർവ്വപിതാവായ ജോസഫ് നമ്മൾ കാണാൻ സാധിക്കും. സ്വപ്നക്കാരനായ ജോസഫ് എന്ന് പറയപ്പെടുന്ന ജോസഫ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നീതിമാനായ ജോസഫ്, ഈശോനാഥൻ്റെ വളർത്തുപിതാവായ ജോസഫ് സ്വപ്നക്കാരനാണ്. 3 സ്വപ്നങ്ങളിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതയാത്ര തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ നമ്മൾ കാണുന്നൊരു 3ാമത്തെ ജോസഫ് എന്ന് പറയുന്നത് അരിമത്തിയാക്കാരൻ ജോസഫാണ്. എന്നീ അരിമത്തിയാക്കാരൻ ജോസഫിൻ്റെ പ്രത്യേകത, ഒരു നല്ല തോട്ടം ഉണ്ടാക്കിയിട്ട് ആ തോട്ടത്തിൻ്റെ നടുവിൽ ഒരു കല്ലറ പണിതിട്ടിട്ടുണ്ട്. താൻ മരിക്കുമ്പം അവിടെ അടക്കണം എന്ന് പറഞ്ഞൊരു കല്ലറ. ഈ കല്ലറയാണ് പിന്നീട് ഈശോയ്ക്ക് 3 ദിവസത്തേക്ക് വാടകയ്ക്ക് കൊടുക്കുന്നത്, വാടക വാങ്ങിക്കാതെ. ഈശോയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഒന്നും സ്വന്തമായിട്ട് വാങ്ങിച്ചിട്ടില്ല, എല്ലാം കടം പറഞ്ഞിട്ടേ ഉള്ളൂ. വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കും. ജനിക്കാനായിട്ടൊരു കാലിത്തൊഴുത്ത് വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുത്തു. കയറിക്കിടക്കാൻ, ഇരുന്ന് അത്താഴം കഴിക്കാനായിട്ട്, അന്ത്യത്താഴം കഴിക്കാനായിട്ട് മർക്കൂസിൻ്റെ വീട്ടിൻ്റെ രണ്ടാം നിലയിലെ മുറി, മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അടക്കം ചെയ്യാനും ഇങ്ങനെ കടം വാങ്ങിച്ചൊരു കല്ലറ, 3 ദിവസത്തേക്ക് കടം വാങ്ങിച്ചൊരു കല്ലറ. ഇത് അരിമത്തിയാക്കാരൻ ജോസഫിൻ്റെ. ഈ ജോസഫ് എന്ന് പറയപ്പെടുന്ന അരിമത്തിയാക്കാരൻ ജോസഫ് യഥാർത്ഥത്തിൽ അയാൾ ഒരു സ്വപ്നക്കാരനാണ്. കാരണം ആ നാട്ടിൽ വളരെ പോപ്പുലറായിട്ടൊരു സംഭവമാണ് നമുക്കറിഞ്ഞത്. പക്ഷേ നിത്യജീവനെ കുറിച്ച്, അല്ലെങ്കിൽ മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്നതിനെക്കുറിച്ച് ഇല്ല എന്നൊക്കെ വാദിച്ചിരുന്ന സദുക്കായരുടെ ഒക്കെ നിലനിന്നിരുന്നൊരു നാട്ടിൽ ഈ ജോസഫ് ഒരു സ്വപ്നം കാണുകയാണ്. താൻ മരിച്ചു കഴിയുമ്പോഴത്തേക്ക് വളരെ മനോഹരമായിട്ട്, സ്വസ്ഥമായിട്ട്, ശാന്തമായിട്ട് കിടന്നിങ്ങനെ ഉറങ്ങണം. ഇതിന് അയാൾ നിത്യതയെക്കുറിച്ച് കണ്ട കുറേ സ്വപ്നങ്ങളുടെ ആകത്തുകയെന്ന് നമുക്ക് പറയാവുന്നൊരു കാര്യമാണ് ഈ തോട്ടത്തിന് നടുവിലെ കല്ലറ എന്ന് പറയപ്പെടുന്നത്. അയാൾ സ്വപ്നക്കാരനാണ്. പിന്നെ കാണുന്ന 4ാമത്തെ ജോസഫാണ് ഈ സൈപ്രസുകാരനായ ജോസഫ്. അയാൾ അറിയപ്പെടുന്നത് ബർണബാസ് എന്ന അപരനാമത്തിലാണ്. അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം 37-ാം വാക്യത്തിൽ ഇങ്ങനെ കുറിച്ച് വയ്ക്കുന്നുണ്ട്, അവനുണ്ടായിരുന്ന വയൽ വിറ്റ് അവൻ അതിൻ്റെ ആ തുക മുഴുവനും അപ്പോസ്തലന്മാരുടെ പാദങ്ങളിൽ സമർപ്പിച്ചു. അതൊരു കോമൺ കാര്യമാണ് ആ നാട്ടിൽ, ആ കാലഘട്ടത്തിൽ. ആദ്യം ക്രൈസ്തവ സമൂഹത്തിലുണ്ടായിരുന്നൊരു അന്യാസിൻ്റെയും സഫീറായുടെയും ഒക്കെ കഥ നമ്മൾ വായിച്ചിട്ടുണ്ട്. പറയുന്നത് ഇങ്ങനെയാണ്, അവർക്കുണ്ടായിരുന്നതൊക്കെ വിറ്റ് എല്ലാവർക്കുമായിട്ട് പങ്കുവയ്ക്കാൻ അപ്പോസ്തലന്മാർ ഏൽപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ എടുത്തു പറയുന്ന എല്ലാം വിറ്റ് കൊടുത്തു എന്ന് പറയുന്നൊരു മനുഷ്യനാണ് ബർണബാസ്. ഈ 36-ാമത്തെ വരിയിൽ അയാൾ ആശ്വാസത്തിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞിട്ടാണ് 37-ാമത്തെ വരിയിൽ ഇത് പറയുന്നത്. നമ്മളെപ്പോഴും ഇത് വായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്, ഇയാൾ മറ്റുള്ളവർക്ക് ആശ്വാസമായി മാറി. സ്വാഭാവികമായിട്ടും ഈ കയ്യിൽ നിന്നെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ അപ്പോസ്തലന്മാരെ ഏൽപ്പിക്കുമ്പോൾ അപ്പോസ്തലന്മാരെ വീതിച്ച് ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ അയാൾ ദരിദ്രർക്ക്, അനേകർക്ക് ആശ്വാസമായി മാറി. ആശ്വാസത്തിൻ്റെ പുത്രൻ, സൺ ഓഫ് കോൺസലേഷൻ. പക്ഷേ മറ്റൊരു വശം കൂടി നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. ഇയാൾ ആശ്വാസം കണ്ടെത്തുകയായിരുന്നു. ഇയാൾ ആശ്വാസമായി മാറുന്നു എന്നതിനോടൊപ്പം ഇയാൾ ആശ്വാസം കണ്ടെത്തുകയായിരുന്നു. അതായത് അയാളുടെ സ്വപ്നം, ആശ്വാസം കണ്ടെത്തുക. നമ്മൾ എന്തുമായിട്ടാണ് ചേർത്ത് വായിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൂക്ക 10:21, ലൂക്ക 10-ാം അധ്യായം 21-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഒരു ധനികനായ ഒരു ചെറുപ്പക്കാരൻ വന്നിങ്ങനെ ഈശോയോട് പൂർണ്ണത പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈശോ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് അവസാനിപ്പിക്കുന്നത് പറയുന്നത് ഇങ്ങനെയാണ്, ഒരു കുറവ് നിനക്കുണ്ട്, നിനക്കുള്ളതൊക്കെ വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. ഇതാണ് ആശ്വാസം. ഈ മനുഷ്യന് ആശ്വാസം കിട്ടാൻ ഈ ഒരു വഴിയേ ഉള്ളൂ. ഈ ഭൂമിയിലും മരണാനന്തരം നിത്യജീവനിലും ആശ്വാസം കിട്ടാൻ ഒറ്റ വഴിയേ ഉള്ളൂ. പക്ഷേ ഇത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ മനുഷ്യൻ 38-ാമത്തെ വരി നമ്മൾ വായിക്കുമ്പോൾ ഈ മനുഷ്യൻ അവിടെ
അവിടെ നിന്നും നമ്മൾ 22-ാമത്തെ വാക്യം ലൂക്ക 10:22 നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്, ഈ മനുഷ്യൻ അവിടെ നിന്നും തിരികെ പോയി. കാരണം അയാൾക്ക് കുറേയധികം സമ്പത്തുണ്ടായിരുന്നു. വിഷമത്തോടുകൂടി തിരിച്ചു പോയെന്നാണ് പറയുന്നത്. അയാൾക്കിത് വിറ്റ് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് അയാൾക്ക് ഈ ഭൂമിയിലും ആശ്വാസം കിട്ടിയിട്ടില്ല, സ്വർഗത്തിലും ആശ്വാസം കിട്ടിയിട്ടില്ല. സമ്പത്തൊക്കെ ഇങ്ങനെ സ്വരുക്കൂട്ടി ചേർത്ത് പിടിച്ച് പണത്തോടുള്ള ആർത്തിയിൽ കിട്ടിയിട്ടും പോരാ എന്ന രീതിയിൽ വീണ്ടും കൂട്ടിവെച്ച് ഒക്കെ ജീവിക്കുന്ന മനുഷ്യരുടെ പ്രതീകമാണ് ആ ചെറുപ്പക്കാരൻ, ആ ധനികനായ ചെറുപ്പക്കാരൻ. അയാൾക്ക് ആശ്വാസം കിട്ടിയിട്ടില്ല. അയാൾ തിരികെ പോയി. അയാൾ സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാക്കിയുമില്ല. അയാളുടെ വിപരീത ദിശയിൽ നിൽക്കുന്ന വ്യക്തിയാണ് ഈ ജോസഫ് ബർണബാസ്. അയാൾ ആശ്വാസം കണ്ടെത്തി, ആശ്വാസമായി മാറിക്കൊണ്ട് ആശ്വാസം കണ്ടെത്തി. കാരണം വിറ്റ് എല്ലാവർക്കും കൊടുത്തു എന്ന് പറയുന്നത്. അപ്പോൾ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, നിത്യതയെക്കുറിച്ച് കൃത്യമായൊരു സ്വപ്നം ഉണ്ടായിരുന്നൊരു മനുഷ്യനായിരുന്നു ഈ ജോസഫ്. സ്വപ്നക്കാരനായ 4-ാമത്തെ ജോസഫ് ബർണബാസ് അങ്ങനെയാണ് നമ്മൾ അയാളെ വിളിക്കേണ്ടത്. അയാൾ സ്വപ്നക്കാരനായ 4-ാമത്. ഈ ജോസഫുമാരെല്ലാം സ്വപ്നക്കാരാണ്. യഥാർത്ഥ ബൈബിളിൽ പുറത്ത് എങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞൂടാ, പക്ഷേ ബൈബിളിനകത്ത് അങ്ങനെ. പിന്നെ നമ്മൾ വിശുദ്ധരുടെയൊക്കെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു ജോസഫ് എന്ന് പറയുന്നത് ജോസഫ് കുപ്രത്തീനോയാണ്. ഇങ്ങനെ അതീന്ദ്രിയ ധ്യാനത്തിലേക്കൊക്കെ പോയിട്ട് വായുവിൽ പറന്നു കടന്നു എന്ന് പറയുന്ന ഈ വിശുദ്ധനാണ് കത്തോലിക്ക സഭയിലെ പൈലറ്റുമാരുടെ മധ്യസ്ഥൻ, പറക്കും വിശുദ്ധൻ ജോസഫ് കുപ്രത്തീനോ. സ്വാഭാവികമായിട്ടും അയാൾ സ്വപ്നത്തിൽ പറന്നു കിടക്കുകയായിരുന്നു. അയാൾ സ്വപ്നക്കാരന്. ജോസഫ് എന്ന് പറയുന്ന പേരുകാരൊക്കെ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ സ്വപ്നക്കാരെ മാറുന്നുണ്ട്. ദൈവത്തോട് ചേർന്ന് നിൽക്കാത്തപ്പോൾ എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അയാൾ ഒരുപക്ഷെ ജോസഫ് എന്നൊക്കെ പറയുന്ന ടർബോ ജോസ് എന്നൊക്കെ പറയുന്ന ക്യാരക്ടറിനെ കുറിച്ചൊക്കെ നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിൽ ചിന്തിച്ചു. നമുക്ക് എന്താണെന്ന് ചിന്തിക്കുന്നില്ല. പക്ഷേ ജോസഫ് എന്ന് പറയപ്പെടുന്ന മനുഷ്യൻ ദൈവത്തോട് ചേർന്ന് നിന്ന ഉറപ്പായിട്ട് സ്വപ്നക്കാരനായി മാറും എന്ന് പഠിപ്പിക്കുന്ന രീതിയിൽ ഒരു 4-ാമത്തെ സ്വപ്നക്കാരനായ ജോസഫിനെ നമുക്ക് ബർണബാസിൽ കണ്ടെത്താനായിട്ട് സാധിക്കും. ഈ ജോസഫ് പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. ഞാൻ നിത്യതയെ സ്വപ്നം കാണുമ്പോൾ ഈ ഭൂമിയിലും മരണാനന്തരവും ആശ്വാസം കണ്ടെത്താനായി ഞാൻ മറ്റുള്ളവർക്ക് ആശ്വാസമായി മാറുന്നു. മറ്റുള്ളവർക്ക് ആശ്വാസം നൽകിക്കൊണ്ട് ഞാൻ സ്വയം ആശ്വാസം കണ്ടെത്തുന്നു. ഞാൻ ആകുലതയിലായിരിക്കുന്നില്ല. സമ്പത്ത് സ്വരുക്കൂട്ടുന്ന ആകുലതയിലാകാതെ ആശ്വാസത്തിൽ നിലനിൽക്കുവാനായിട്ട് ഞാൻ എല്ലാം അവന് സ്വന്തമായിട്ടുള്ള വയലിൽ വിറ്റ് ആ പണം മുഴുവൻ അപ്പോസ്തലന്മാരെ ഏൽപ്പിക്കുന്നു. അപ്പോൾ ബർണബാസ് എന്ന് പറയപ്പെടുന്ന ആ കല്ലെറിയപ്പെട്ട് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കല്ലെറിയപ്പെട്ട് കൊല ചെയ്യപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ഈ വിശുദ്ധൻ പൗലോസും ബർണബാസും കൂടെ പോകുമ്പോഴാണ് ഒരാൾ ജൂപ്പിറ്ററും ഒരാൾ സിയൂസും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ ദേവന്മാരാണെന്നൊക്കെ ഇവർ വിളിച്ചു പറയുന്നത്. പൗലോസ് തേജോമയനാണ്. ബൈബിളിൻ്റെ ഒരു നല്ല ഭാഗം എഴുതി തീർന്നു പറയുന്ന ഒരു മനുഷ്യൻ, കാൽഭാഗം എഴുതി പൗലോസ്. ഇതേ പൗലോസിനോട് സമാനമായ രീതിയിൽ തേജോമയനായി നിൽക്കുന്ന ഒരു അപ്പോസ്തലനായിട്ട് വേണം നമ്മൾ ഈ ബർണബാസിനെ കാണാൻ. അപ്പോൾ അതുകൊണ്ട് അയാൾ കാണുമ്പോഴത്തേക്കും സെയൂസ് എന്ന് പറയും. നമ്മളതിനെ സെയൂസ് ആരാണെന്നൊക്കെ കുറച്ചും കൂടി വായിച്ചു വരുമ്പോഴത്തേക്ക് ബർണബാസിനെ കുറച്ചുകൂടെ ആ രീതിക്ക് കൂടി പിടികിട്ടും. നമുക്കന്നേരം അതിലേക്ക് കിടക്കുന്നില്ല. നമ്മൾ ഇങ്ങനെ ചിന്തകൾ അവസാനിപ്പിക്കാം. ആശ്വാസം നൽകിക്കൊണ്ട് ആശ്വാസമായി മാറുക എന്നതാണ് സ്വപ്നക്കാരനായ 4-ാമത്തെ സ്വപ്നക്കാരനായ ജോസഫ് എന്ന ബർണബാസ് കണ്ട ഏറ്റവും വലിയ സ്വപ്നം. ആ സ്വപ്നം നമുക്കും ഉണ്ടാവട്ടെ.